ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 28-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 22-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:16 അസ്തമയം വൈകുന്നേരം 6:21 നാളത്തെ തിഥി ദശമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 9:53 പൂരാടം നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി 3:36 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്ര സമയം ഒന്നുകൂടെ പറഞ്ഞു തരാം. വ്യാഴാഴ്ച രാത്രി 9:53 പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത്. പൂരാട നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 9:36 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാട നക്ഷത്ര ജാതകരാണ്. പൂരാട നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനുക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളെ പൂരാട നക്ഷത്രമാണല്ലോ. പൂരാട നക്ഷത്രപ്രകാരം അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. നാളത്തെ ദിവസം പൂരാട നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളെ പൂരാട നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാത്രി 9:53 മുതൽ വെള്ളിയാഴ്ച രാത്രി 9:36 വരെയുള്ള സമയം പൂരാട നക്ഷത്രപ്രകാരം അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി, രോഹിണി, മകീരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. തിരുവോണം, ചതയം, ഉത്രട്ടാതി, രോഹിണി, മകീരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പൂരാട നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച രാത്രി 9:53 മുതൽ വെള്ളിയാഴ്ച രാത്രി 9:36 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവോണത്തോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോൾ ശത്രുത ഉണ്ടാകാം, ധനനഷ്ടം വരാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. ഈ നാളുകാർ നാളത്തെ ദിവസം സൂക്ഷിക്കാം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നു. ഇനിയും നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ശുഭസമയം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ 7:36 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:16 മുതൽ 10:46 വരെയുള്ള സമയവും ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:46 വരെ ശുഭസമയമാണ്. പിന്നീട് 3:16 മുതൽ 5:16 വരെയും ശുഭസമയമാണ്. ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിത വിജയം ഉണ്ടാവുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ സമയം കൃത്യമായും പാലിക്കാൻ ശ്രമിക്കുക. പിന്നെ അല്പസ്വല്പമൊക്കെ വ്യത്യാസമൊക്കെ വന്നിരിക്കാം, എങ്കിലും കഴിവതും ശ്രമിക്കുക. ഈ ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചൊരു കാര്യമാണ്. അതിന്ന് സത്യസന്ധമായിട്ട് തുടർന്നു പോരുന്നു. അപ്പോൾ ഇതിന് വള്ളിപുള്ളി മാറ്റമില്ല. ഇത് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് ഈ സമയം നോക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഒട്ടുമിക്ക ആൾക്കാരും ജ്യോതിഷം നോക്കാത്തവരാണെങ്കിൽ പോലും കഴിവതും ഈ സമയത്തൊക്കെയാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ജ്യോതിഷം നോക്കിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടെന്ന് അവർ അവകാശപ്പെടും. അപ്പോൾ ഇത് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതലായിട്ടുള്ള ജീവിത വിജയം ഉണ്ടാകും. സമാധാനവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 13 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ DMT എന്നീ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നിരാശപ്പെടാതെ
പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജീവിത പുരോഗതി ഉണ്ടാകും. ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അനേകരുടെയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും. അവർക്ക് ഒരു കാലത്ത്, അവരുടെ നല്ല കാലത്ത് അവർ ജ്യോതിഷത്തെ വിശ്വസിക്കാതെ ഇതിനെ തിരസ്കരിച്ച് അല്ലെങ്കിൽ നിന്ദിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ പിന്നീട് പരാജയം വന്നു കഴിയുമ്പോഴാണ് ഇതിനെ തേടി വരുന്നത്. സകലവും നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് ഈ ജ്യോതിഷത്തെക്കുറിച്ച് തിരക്കി വരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവർ, ഇത് ദിവസവും കേൾക്കുക, മനസ്സിലാക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. ഇതൊരു ശാസ്ത്രമാണ്. ഞാൻ പറയുന്നത് അരിത്മെറ്റിക് അസ്ട്രോളജിയാണ്, ഗണിത ജ്യോതിഷമാണ്, കണക്കുകൾ വെച്ചുള്ളൊരു കാര്യമാണ്. തെറ്റായിട്ടൊന്നും ഇതിനകത്തില്ല. അന്ധവിശ്വാസമോ അനാചാരമോ ദുരാചാരമോ ഒന്നും പറയുന്ന ഒരു ജ്യോതിഷമല്ല എൻ്റെ ജ്യോതിഷം. പ്രിയപ്പെട്ടവർ, അത് മുടങ്ങാതെ കേൾക്കുക. ജീവിത പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് നക്ഷത്രഫലത്തെക്കുറിച്ചാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. അത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നൊരു ദിവസം കൂടിയാണ്. ചന്ദ്രൻ ധനുരാശിയിൽ കൂടി കടന്നു പോകുന്നു. ശുക്രനാകട്ടെ കന്നിരാശിയിൽ നിൽക്കുന്നു. അപ്പോൾ നാളത്തെ നക്ഷത്രഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാളെ ഈ രണ്ട് ഗ്രഹങ്ങളും അവരുടേതായ രീതിയിലുള്ള ശക്തി അനുസരിച്ച് 27 നക്ഷത്ര ജാതകർക്കും ഫലത്തെ കൊടുക്കും. പക്ഷെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളും ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ചന്ദ്രൻ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു ഒരു പ്രത്യേകതയാണ്. ചില ഭാവങ്ങളിലൊക്കെ വരുമ്പോൾ, പരസ്പരം ദൃഷ്ടി ഉള്ള ഭാവങ്ങളിലൊക്കെ വരുമ്പോഴാണ് ശത്രുത ഉണ്ടാകുന്നത്. ഇപ്പോൾ നാളത്തെ ദിവസം ശുക്രൻ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നില്ല, ചന്ദ്രൻ ശുക്രനെയും ദൃഷ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവർ തരുന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അവർക്ക് 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങൾക്ക് പറഞ്ഞ സ്ഥാനമാണ്. പക്ഷെങ്കിൽ അവിടെ ശുഭഗ്രഹമായ ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ 6ാം ഭാവത്തിൽ നിന്നാൽ ശുക്രൻ ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ദോഷം ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. വലിയ ദോഷങ്ങളൊന്നും വരത്തില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 6ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ശത്രുക്കൾ മൂലം ദോഷവും സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ അനുഭവപ്പെടുമെന്നാണ്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് വന്നു ചേരുക. പക്ഷെങ്കിൽ ചന്ദ്രൻ ഇവർക്ക് നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്, ത്രികോണഭാവത്തിലാണ്. അപ്പോൾ ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാർക്ക് എന്ത് കൊടുക്കും? ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചന്ദ്രൻ ബലവാനായ ചന്ദ്രനായതുകൊണ്ട് നല്ല ദാമ്പത്യ ജീവിതവും തൊഴിൽ ഗുണവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ശുക്രൻ എന്ത് കൊടുക്കും? ശുക്രൻ 6ൽ നിൽക്കുകൊണ്ട് ശത്രുക്കൾ മൂലമുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കും. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, മാതൃഗുണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ധനം വന്നു ചേരുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ ശത്രുക്കൾ മൂലമുള്ള തിക്താനുഭവങ്ങൾ, കാര്യതടസ്സങ്ങൾ, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ 5ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ തീർച്ചയായിട്ടും ത്രികോണഭാവത്തിലല്ലേ ശുക്രൻ നിൽക്കുന്നത്, നല്ല തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. 5ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ നല്ല സൽബുദ്ധി ഉണ്ടാകും. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൽബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സന്താനങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ, പെൺകുട്ടികൾ മുഖേനയുള്ള നേട്ടങ്ങൾ, ധനപരമായ നേട്ടം, കീർത്തി, അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിത വിജയം. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം നല്ലതാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും അപ്പോൾ നല്ലതാകണമല്ലോ. പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചല്ല പറയുന്നത്. ശുക്രൻ 5ൽ നിന്നാൽ 5ാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രഭാവമാണ്. അതുകൊണ്ടാണ് ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായുള്ള പ്രവർത്തന വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് മുഖേന ധനം വന്നു ചേരുവാനും കീർത്തി വന്നു ചേരുവാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൂടാതെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നു.
അപ്പോൾ ചന്ദ്രൻ ഇവർക്ക് നിൽക്കുന്നതോ? ചന്ദ്രൻ ഇവർക്ക് നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്താണ് പ്രശ്നം? അഷ്ടമത്തിൽ ചന്ദ്രൻ നിന്നാൽ, ബലമുള്ള ചന്ദ്രൻ നിന്നാൽ വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കും, ഉണ്ടാക്കിയെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ധനുരാശിയിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ യാതൊരു ദോഷവും ചെയ്യില്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ 8ാം ഭാവമാണെങ്കിലും ധനുരാശിയിൽ ബലമുള്ള ചന്ദ്രൻ നിന്നാൽ, അഷ്ടമത്തിൽ ബലമുള്ള ചന്ദ്രൻ നിന്നാൽ യാതൊരു ദോഷവും ചെയ്യത്തില്ല. അവർക്ക് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്ന് അവർ വരുമാനം ഉണ്ടാക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മെച്ചമാകണമെന്നില്ല, അല്ലെങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസമോ അവിടെ കൊണ്ടൊരു സംതൃപ്തി ഉണ്ടാകുന്നൊരു അനുഭവമോ ഉണ്ടാകണമെന്നില്ല. കാരണം 2ൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ ശുക്രൻ തരുന്ന ഫലത്തെ കൂടുതൽ സ്വാധീനിക്കത്തില്ല, ചന്ദ്രൻ തരുന്ന ഫലത്തെയും കൂടുതൽ ചൊവ്വ സ്വാധീനിക്കത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ 2ൽ ശുക്രനല്ല 2ൽ കുജൻ നിന്നാൽ ഭാഗ്യക്കേടുകളും കുടുംബത്തിൽ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, കുജൻ എന്ന് പറയുന്ന ഗ്രഹം എന്താണ്? അഗ്നിയാണ്, ബോംബാണ്, തീയാണ്, വില്ലനാണ്, ക്രിമിനലാണെന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഈ 2ൽ കുജൻ നിന്നാൽ ഇടവക്കൂറുകാർക്ക് തീപ്പൊള്ളലേക്കാം, കയ്യോ കാലോ മുറിയാം, അപകടങ്ങൾ ഉണ്ടാകാം, അത് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ നാളത്തെ ദിവസം ശുക്രനും ചന്ദ്രനും കൊടുക്കുന്ന ഫലത്തെ ഈ ചൊവ്വ എതിർക്കത്തില്ല. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4ാം ഭാവത്തിൽ നിന്നാൽ മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും ഉദ്യോഗത്തിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. പക്ഷേങ്കിൽ സ്വക്ഷേത്രമായിട്ടല്ല ശുക്രൻ നിൽക്കുന്നത്. സ്വക്ഷേത്രമായിട്ടാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഭയങ്കര വമ്പിച്ച നേട്ടമായിരിക്കും. പക്ഷേങ്കിൽ ശുക്രൻ നിൽക്കുന്നത് ബുധക്ഷേത്രത്തിലാണ്. എങ്കിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർക്ക് ചന്ദ്രൻ നിൽക്കുന്നതോ? ചന്ദ്രൻ നിൽക്കുന്ന 7ാം ഭാവത്തിലാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നല്ല ദാമ്പത്യ ജീവിതത്തെ കൊടുക്കും. അതുപോലെ തന്നെ സമ്പത്ത്, സൗഭാഗ്യം, ആരോഗ്യം, തൊഴിൽപരമായുള്ള നേട്ടം, സ്ത്രീ മൂലം പ്രശ്നങ്ങൾ, ധനഹാനം, മാനഹാനി എന്നിവ ചിലർക്കുണ്ടാകുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ വിപരീത ഫലത്തെ കൊടുക്കുന്നു. ശുക്രൻ ഇവർക്ക് കൊടുക്കുന്നത് നേട്ടത്തെ തന്നെയാണ്. ശുക്രൻ മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ഈ നാളുകാർക്ക് വന്നു ചേരാനുള്ള ഒരു അനുഭവത്തെ കൊടുക്കും, ഭാഗ്യകരമായ ഒരു അനുഭവത്തെ കൊടുക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം കൊടുക്കും, ഉദ്യോഗത്തിൽ ഉയർച്ച കൊടുക്കും. അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേങ്കിൽ ചന്ദ്രൻ 2 രീതിയിലുള്ള ഫലത്തെയാണ് കൊടുക്കുന്നത്. ചന്ദ്രൻ ദാമ്പത്യ ജീവിത വിജയം കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് സൗഭാഗ്യവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ കൊടുക്കും. പക്ഷേങ്കിൽ ഈ 7ൽ ചന്ദ്രൻ നിന്നാൽ സുന്ദരിയായ ഭാര്യയെ ലഭിക്കുമെന്നും ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ 7ൽ ചന്ദ്രൻ നിന്നാൽ സുന്ദരിയായ ഭാര്യയെ ലഭിക്കുമെന്നാണ് പറയുന്നത്. 7ൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. മറിച്ച് 7ൽ നിൽക്കുന്ന ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ, ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, സ്ത്രീ മുഖേന ധനനാശം, മാനഹാനി എന്നിവ ഉണ്ടാകുമെന്നും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ ബലവാനായതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള താല്പര്യം ഈ നാളുകാർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ചിലർക്കൊക്കെ അത്യാഗ്രഹം വന്നു ചേരും. ചിലർ നല്ല രീതിയിൽ സംസാരിക്കുകയും മാന്യമായ രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യും. ചിലർക്ക് ധനനേട്ടം വന്നു ചേരും. ചിലർക്ക് നേത്രരോഗം വന്നു ചേരാം. അതുപോലെ തന്നെ ചിലർക്ക് അവരെക്കുറിച്ച് തന്നെ നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് ഈ ശുക്രൻ ഇവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ചന്ദ്രനാകട്ടെ ഇവർക്ക് 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് എന്ത് കൊടുക്കും എന്നുള്ളതും നോക്കാം. ചന്ദ്രൻ നിൽക്കുന്നത് നീചക്ഷേത്രത്തിലോ പാപക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രത്തിലോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ജാതകർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടായേനെ. പക്ഷെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ധനുരാശിയിലായതുകൊണ്ട് നാളെ ഈ നാളുകാരെ സംബന്ധിച്ച് സുഖവും സമ്പത്തും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. 6ാം ഭാവമാണ്, രോഗദുഃഖ ദുരിത ഭാവമാണ്. പക്ഷെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുരാശിയിലാണ്. അതൊരു ശുഭക്ഷേത്രമാണ്. ചന്ദ്രൻ നിൽക്കുന്നത് ബലവാനായിട്ടാണ്. അപ്പോൾ 6ാം ഭാവത്തിൽ നിന്ന
ചന്ദ്രൻ ഇവർക്ക് നല്ലതേ കൊടുക്കുകയുള്ളൂ, മോശമായിട്ടൊന്നും കൊടുക്കത്തില്ല, ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടും കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പക്ഷേങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അത് ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് നിലനിൽക്കുന്നൊരു സമയമാണ്. എങ്കിലും ഇങ്ങനെ ചന്ദ്രനൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ സ്നേഹം കൂടുതൽ തോന്നും, ചിലപ്പോൾ ഭയങ്കര ശത്രുത തോന്നും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല, ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് നല്ല ദാമ്പത്യ ജീവിതം ഇവർക്ക് നയിക്കുവാൻ പറ്റും. മനഃശുദ്ധി, മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ തന്നെ പുത്രഗുണം, ഭൂമി ലാഭം, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിൽ ഉന്നതി ഉണ്ടാകുന്ന ദിവസം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ഇവരുടെ കാര്യവിജയം, ഏതൊരു കാര്യത്തിന് ഇറങ്ങി കാര്യവിജയം ഉണ്ടാകും, തൊഴിൽ ഗുണം ഉണ്ടാകും, ഒരുപാട് നേട്ടങ്ങളാണ്. നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നത് അത് തന്നെ വലിയൊരു നേട്ടമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ, നല്ല അനുഭവങ്ങളൊക്കെയാണ് ഇവർക്ക് വന്നു ചേരുക. ഇവർക്ക് 2-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള ധനപരവ് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ബുദ്ധിശക്തി വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യമുണ്ടാകും, കലാകാരന്മാരൊക്കെ ശോഭിക്കും, സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരും. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ നാളത്തെ ദിവസം ചിങ്ങക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടവും അവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ 5-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ നല്ലൊരു ഗ്രഹനിലയാണ്. നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചമാകും. അതുപോലെ തന്നെ കീർത്തി, സമ്പത്ത്, പ്രതാപമൊക്കെ വന്നു ചേരും. നല്ല സൗന്ദര്യം ഉണ്ടാകും. ഒക്കെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളുമൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം വാഹനയോഗമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സ്ത്രീ വിഷയത്തിൽ ചിലരൊക്കെ കൂടുതൽ താല്പര്യം കാണിച്ച് അവിടെ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. കാരണം ഈ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, ആ ശുക്രൻ്റെ കേന്ദ്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. ശുക്രൻ്റെ കേന്ദ്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നില്ല, ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. ശുക്രന് ഈ ചന്ദ്രനോട് ശത്രുതയാണ്. അപ്പോൾ ശുക്രൻ നിൽക്കുന്നതിൻ്റെ കേന്ദ്രഭാവത്തിൽ, ഇപ്പം ശത്രുവായിട്ടുള്ള ഒരാൾ നമ്മളെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ശത്രുവായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ തൊട്ട് മുമ്പിൽ വന്നു നിന്നാൽ നമുക്കപ്പോൾ ദേഷ്യം ഉണ്ടാകും, ശത്രുത ഉണ്ടാകും, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ശുക്രന് ചന്ദ്രനോട് ശത്രുത ഉള്ളതുകൊണ്ട് ശുക്രൻ്റെ കേന്ദ്രഭാവത്തിൽ ഈ ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ അവർക്ക് ശുക്രൻ സ്ത്രീയെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് സ്ത്രീ മുഖേനയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാകും. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ധനപരമായിട്ടുള്ള വിഷയം ഉണ്ടാകത്തില്ല. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സ്ത്രീകളെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട്, അതിൻ്റെ കാരക ഗ്രഹമായതുകൊണ്ട്, സ്ത്രീത്വത്തിൻ്റെ ഒരു ഗ്രഹമായതുകൊണ്ട് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാനഹാനി ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ജന്മത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിലും ശത്രു അടഞ്ഞ അനുഭവങ്ങളൊക്കെ നാളെ ദിവസം വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാണെങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്ത്രീകളോട് സഹകരിക്കുമ്പോഴൊക്കെ അത് നോക്കി അല്ലെങ്കിൽ ആ ഒരു ചിന്ത വെച്ച് സഹകരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച്, തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ൽ ശുക്രൻ നിൽക്കുന്നു, 3-ൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാർക്ക് കീർത്തിയും സഹോദരഗുണവും ഒക്കെ കൊടുക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനപരമായ നേട്ടത്തെ കൊടുക്കും.
വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ ഉണ്ടാകാനുള്ള നേട്ടത്തെ കൊടുക്കും. എന്നാൽ മനക്കട്ടി ഇല്ലാത്തവർക്ക് നാളത്തെ ദിവസം ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ടെൻഷൻ അടിക്കാൻ സാധ്യതയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ നാളത്തെ ദിവസം സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് കീർത്തിയും സഹോദര ഗുണവും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ധനപരമായ നേട്ടവും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായൊരു ദിവസവുമാണ്. അപ്പോൾ 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് എന്ത് കൊടുക്കുമെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ബന്ധുക്കൾ മുഖേനയുള്ള ദോഷാനുഭവങ്ങളെ കൊടുക്കും. അതുപോലെ തന്നെ ധനം, സുഖം, കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകളെ കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളെ കൊടുക്കുന്നു, ധനത്തെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ ചന്ദ്രനെ ശുക്രൻ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് അവിടെ എന്താവും, ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി ശത്രുതയെ കൊടുക്കും. അതുപോലെ തന്നെ ധനം, സുഖം, ജീവിത സുഖത്തിൽ ഉയർച്ച താഴ്ചകൾ കൊടുക്കും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉയർച്ച താഴ്ചകൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. കാരണം 2-ാം ഭാവത്തിൽ ബലമുള്ള ചന്ദ്രൻ നിൽക്കുന്നു. മാതാവ് മുഖേന ധനം ലഭിക്കാം, തൊഴിൽ മുഖേന ധനം ലഭിക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. 2-ൽ ചന്ദ്രൻ നിന്നാൽ മാതാവ് മുഖേനയൊക്കെ ധനം ലഭിക്കാം, തൊഴിൽ മുഖേന ധനം ലഭിക്കാം, കുടുംബത്തിൽ ധനം വന്നു ചേരുന്നൊരു കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ വളരെ മെച്ചമായ സ്ഥിതിയാണ്. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച് ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ത്യാഗ മനോഭാവത്തോടു കൂടി പെരുമാറുന്നൊരു ദിവസമാണ്. നല്ലപോലെ സംസാരിച്ച് ആൾക്കാരെ വശീകരിച്ച് അങ്ങനെ ബുദ്ധിപരമായ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച് ധനം സമ്പാദിക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അനുകൂലമായൊരു ദിവസമാണ്. 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, അതും നല്ലതാണ്. നല്ല ദാമ്പത്യ ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 11-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതും നല്ലതാണ്. ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട കലാകാരന്മാരെ സംബന്ധിച്ച് അവരെ ഉന്നതിയിൽ എത്തിക്കുന്നൊരു ദിവസമാണ്. പ്രശസ്തിയും ബഹുമതിയൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ദിവസമാണ്. സൽഗുണ സമ്പന്നരെ പോലെ ഇവരെ ശോഭിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ശുക്രൻ അങ്ങനെയുള്ള നേട്ടങ്ങളെ കൊടുക്കുമ്പോൾ ചന്ദ്രൻ അവർക്ക് ധനത്തെ കൊടുക്കും, കുടുംബ സുഖം കൊടുക്കും, ദാമ്പത്യ ജീവിത വിജയം കൊടുക്കും, തൊഴിൽ ഗുണം കൊടുക്കും, അങ്ങനെയുള്ള നേട്ടങ്ങളെ കൊടുക്കും. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരായിട്ടുള്ള വസ്ത്രവ്യാപാരികൾക്ക് വ്യാപാര നേട്ടത്തെ കൊടുക്കുന്നു. ഈ നാളുകാരായിട്ടുള്ള സ്വർണ്ണ വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാരം നേട്ടം കൊടുക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യാപാര നേട്ടം കൊടുക്കുന്ന ഒരു ദിവസമാണ്. വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത്. കൃഷി മുഖേനയുള്ള നേട്ടം, കലാകാരന്മാർക്ക് അവരുടെ മേഖല മുഖേനയുള്ള നേട്ടം, കഥ ഒക്കെ എഴുതുന്നവർക്ക് അവർക്ക് നാളത്തെ ദിവസം നേട്ടം, അങ്ങനെ നേട്ടമുള്ള ഒരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ നേടുന്ന അല്ലെങ്കിൽ അവർക്ക് നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നല്ല ആരോഗ്യസ്ഥിതിയുള്ളൊരു ദിവസമാണ്. സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പോൾ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ഈ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ടും അവർക്ക് വലിയ നേട്ടം തന്നെയാണ്. ബലമുള്ള ചന്ദ്രനല്ലേ ജന്മത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ധീരത, സൗന്ദര്യം, അതുപോലെ തന്നെ ധനസ്ഥിതി എല്ലാം കൊണ്ടും നല്ല ആരോഗ്യം, സുഖാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്നത് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ ബലമുള്ള ചന്ദ്രനാണ് നിൽക്കുന്നത്, ബലമില്ലാത്ത ചന്ദ്രനല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് അലസത, കാര്യപ്രാപ്തിക്കുറവോ, തടസ്സങ്ങളോ, ക്ഷീണമോ, മാതൃക്ലേശമോ, ശരീരത്തിൽ മുറിവ് ചതവുകളോ ഒന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊടുക്കുക. ഈ ചന്ദ്രൻ ബലവാനായാൽ ഒരു ജാതകൻ ബലമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ നിന്നാൽ ആ കുട്ടി നല്ല ആരോഗ്യവാനാണ്. എന്നാൽ കറുത്ത വാവിനോട് അടുത്ത ദിവസം ജനിക്കുന്ന കുട്ടികൾക്ക് ചന്ദ്രൻ ചില രാശികളിൽ, പ്രത്യേകിച്ച് നീചരാശിയായ വൃശ്ചികൻ രാശിയിലൊക്കെ നിൽക്കുകയും കറുത്ത വാവിനോട് അടുത്ത ദിവസം ജനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, അതുപോലെ തന്നെ അതിന് ഒരുപാട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഹൈ ബി പി ആകുക, ഫിക്സ് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നു. അവിടെ പോയി അവർ മരുന്ന് ചെയ്യുന്നു, കുറച്ച് നാൾ കിടക്കുന്നു, ഇങ്ങനെ മാറുന്നു. പക്ഷേങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ ചരട്
പൂജിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ചന്ദ്രനെ നവഗ്രഹ പൂജ ചെയ്ത് നവഗ്രഹ ദോഷ പരിഹാര പൂജ ചെയ്ത് ചന്ദ്രന്മേലുള്ള ആ ശക്തിയെ വർദ്ധിപ്പിച്ച് ചന്ദ്രൻ ഇവർക്ക് അനുകൂലമാക്കി ചന്ദ്രൻ്റെ ശക്തിയെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന പൂജ ചെയ്ത് ചരട് ജപിച്ച് കൊടുക്കും. അപ്പോൾ അത് ധരിച്ചാൽ 100% മാറുമെന്നല്ല, ഒരാശ്വാസമുണ്ടാകും. ആശ്വാസം തീർച്ചയായിട്ടും ഉണ്ടാകും. അമാവാസ്യയോട് അടുത്ത സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ജാതകർക്ക് രോഗമായിട്ട് മൂർച്ഛിക്കുന്നത്. അമാവാസ്യയോട് അടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വൃശ്ചിക രാശിയിൽ കൂടിയൊക്കെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ കർത്തവാവിനോട് അടുത്ത സമയത്തും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർക്ക് ചന്ദ്രൻ ദോഷം ചെയ്യാതെ, ഇവരുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത വിധത്തിലുള്ള നവഗ്രഹ പൂജ പ്രകാരമുള്ള പൂജ ചെയ്ത് ചന്ദ്രൻ്റെ ദോഷങ്ങളൊന്നും വരാതിരിക്കുവാൻ, ശ്വാസം മുട്ടലോ വലിവോ ഫിക്സോ കോട്ടമോ ഒന്നും വരാതിരിക്കാനുള്ള ഒരു ചരട് ഞാൻ ജപിച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ടാകും, നോക്കി എന്നെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഈ കൂടെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു കുട്ടി ജനിക്കുമ്പോൾ ബലമില്ലാത്ത നീചരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. കറുത്തവാവിനോട് അനുബന്ധിച്ച് ദിവസമാണ് അത്. വെളുത്തവാവിനാണെങ്കിൽ ആ കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്, യാതൊരുവിധ രോഗവും അതിനൊന്നും വരത്തില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധി കൂടുതലാണ്, ചിങ്ങമാസത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും ബുദ്ധി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം സൂര്യൻ്റെ ആ തേജസ് അവരുടെ മുഖത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജ്യോതിഷത്തിൽ കൂടി പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും എത്ര പേര് അംഗീകരിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ സമീപിക്കാൻ ഞാനത് ചെയ്തു തരാം, നിങ്ങൾക്ക് അതിൻ്റേതായ ആശ്വാസം കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് ബലമുള്ള ചന്ദ്രനാണ് അവരുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒന്നും ഭയപ്പെടാനില്ല, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വന്നു ചേർത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശുക്രൻ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ശുക്രൻ നിൽക്കുന്നത് ശുഭക്ഷേത്രത്തിലല്ലേ, അപ്പോൾ അങ്ങനെ ദോഷമൊന്നും ചെയ്യത്തില്ല. ജനങ്ങളാൽ അറിയപ്പെടുന്ന വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കും, നല്ല ആരോഗ്യം കൊടുക്കും. സകല ഭാഗ്യങ്ങളും ഇവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 8ാം ഭാവത്തിലാണ് ചന്ദ്രൻ, 8ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ആയുസ്സിന് യാതൊരു ദോഷവും ചെയ്യത്തില്ല. അസമയത്ത് അഷ്ടമത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ശുക്രൻ ആയതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല, ആയുസ് കൊടുക്കും, ആരോഗ്യം കൊടുക്കും, കൃഷികൾ മുഖേനയുള്ള നേട്ടത്തെ കൊടുക്കും. അല്ലെങ്കിൽ ഏത് പ്രവർത്തന മേഖലയിൽ ആണ് ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവരുടെ കൊണ്ടുള്ള നേട്ടം ഈ ജാതകന് കൊടുക്കും. പ്രത്യേകിച്ച് ചിട്ടി പോലുള്ള സമ്പാദ്യങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളെയൊക്കെ കൊടുക്കും, ഗുണാനുഭവങ്ങൾ കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ ഇവർക്ക് 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം 11ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നേട്ടത്തെയാണ് കൊടുക്കുന്നത്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് സുഖാനുഭവങ്ങളെ കൊടുക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടത്തെ കൊടുക്കും. അപ്പോൾ അവർക്ക് നേട്ടം തന്നെയാണ് ചന്ദ്രൻ കൊടുക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖം ലഭിക്കും, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യകരമായ അനുഭവങ്ങളും നാളത്തെ ദിവസം കുംഭക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ നിൽക്കുന്ന 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബന്ധുഗുണത്ത് കൊടുക്കും, തൊഴിൽ മേഖലയിൽ നിന്നുള്ള നേട്ടത്തെ കൊടുക്കും, ഭാര്യ പുത്രാദികൾ മുഖേനയുള്ള സൗഭാഗ്യങ്ങളൊക്കെ കൊടുക്കും, നല്ല അനുഭവങ്ങളെ കൊടുക്കും. കാരണം ബലമുള്ള ചന്ദ്രനാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. തൊഴിൽ നേട്ടമാണ് കാര്യമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു. 7ൽ ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ 7ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാര്യാസുഖം, അതുപോലെ തന്നെ കുടുംബസുഖം, സന്താന ഭാഗ്യം, അങ്ങനെയുള്ള നേട്ടങ്ങളെയൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം മീനക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടം വന്നു ചേരുന്നതെന്ന് വെച്ചാൽ ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാണ് മീനൻ രാശി. ആ ഉച്ചരാശിയിലേക്ക് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ രാഹു കേതുവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്കിലും ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് നാളത്തെ ദിവസം പുനർവിവാഹം ആലോചിച്ചാൽ അത് നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വ്യാഴാഴ്ച ദിവസം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്ന അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ഒരു ദിവസമാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞു, 2ൽ ചൊവ്വ നിൽക്കുന്നു, അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചോളം ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്, രാഷ്ട്രീയപരമായിട്ട് ദോഷമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന്
വാർത്ത അറിഞ്ഞു സീതാറാം യെച്ചൂരി മരണപ്പെട്ടു പോയെന്ന്. രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു നഷ്ടം തന്നെയാണ് സർക്കാരിനുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ഈ സർക്കാരിന് സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നാളെ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.